നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം മലയാളികളും. അമൃത അല്ലെങ്കിൽ ലേക്ക് ഷോർ, മെഡിക്കൽ ട്രസ്റ്റ്, ആസ്റ്റർ തുടങ്ങിയുള്ള ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്ന ഭൂരിപക്ഷവും അവർക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ആത്മവിശ്വാസം എന്തിലും നല്ലതാണ്, പക്ഷേ പിൻബലമായ ഒരു കരുതൽ ആവശ്യമാണ്. അവിടെയാണ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം. ചിലർ ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ കുറഞ്ഞ പ്രീമിയത്തിലുള്ള പോളിസി തരുമോ എന്ന് ചോദിക്കും. ചിലർക്ക് എനിക്കെല്ലാം അറിയാം, ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ പോയി എടുത്തോളാം, അങ്ങനെയൊക്കെ പറയും. ചിലർ ESI ഉണ്ടെന്ന് പറയും. ചിലർക്ക് ഏറ്റവും കുറഞ്ഞ കവറേജ് മതി, പേരിന് ഒരു ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം. ചിലരാണെങ്കിലോ അതിന് മാത്രം ചിലവാക്കാനായിട്ട് പണമില്ല, ബാക്കി എന്തും അവർ നടത്തും. വില കൂടിയ ഫോൺ ഉണ്ടാവാം, അതിന് നല്ല കവർ വാങ്ങാം, എല്ലാം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ കാശില്ലാതെ പറഞ്ഞ് മാറി നിൽക്കുന്നവർ. പക്ഷേ ഇവയെല്ലാം തകിടം മറിയാൻ ഒരു ദിവസം മതി. ഏതെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഹോസ്പിറ്റൽ കെയർ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. നമ്മൾ പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നാൽ കിട്ടുന്നതിനേക്കാൾ വളരെ അധികമാണ് ഇന്ന് നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനിയിലെ ആയുഷ്കാലം പുതുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കുക എന്നുള്ളത് ഇതിനൊക്കെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതുവരെയും ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ എനിക്ക് ചെറിയ പോളിസി മതി, അല്ലെങ്കിൽ എനിക്ക് ESI ഉണ്ട്, എൻ്റെ കയ്യിൽ പണമില്ല, പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നീട് പല മാറ്റങ്ങളും ഇൻഷുറൻസ് രംഗത്ത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പ്രീമിയത്തിലൊന്നും ഇനി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ 30-ാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെയും ഹെൽത്തിനെയും കവർ ചെയ്യുക. അതിനുവേണ്ട ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.